ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നത്. സോ ഡോണ്ട് വറി, നമ്മളിന്നൊരു പുതിയ കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടന്റ് ഒന്നുമല്ല, ചെറിയൊരു ഫുഡ് കഴിക്കൽ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും പോയി കഴിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ആ തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്തൊരു സ്പോട്ടുണ്ട്, ശശിയേട്ടൻ്റെ കട. സോ നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. അവിടെ വെറൈറ്റി ആയിട്ട് പഴങ്കഞ്ഞി, നല്ല കിടിലം മീൻ, ചീനി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. സോ നമ്മൾ എല്ലാം കൂടെ വാങ്ങുന്നില്ല, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറ്റുന്ന ഫുഡുകളെല്ലാം വാങ്ങി അവിടെ എക്സ്പ്ലോർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. പിന്നെ നമ്മുടെ വീഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഓക്കെ, സോ കമോൺ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏതാണ്ടൊക്കെ എത്താനായി. ഇനി എത്ര കിലോമീറ്ററാ? ഇനി 7.3 കിലോമീറ്റർ. അപ്പം 7.3 കിലോമീറ്റർ. നമ്മൾ അവിടെ നിന്ന് ഒരു 75 കിലോമീറ്റർ ഉണ്ട് അല്ലേ ഇവിടെ എത്താനായിട്ട്. പിന്നെ നമ്മൾ ഈ നാച്ചുറൽ വൈബ് തേടി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്ത് പോയി ഫുഡ് കഴിക്കുന്നത്. ഫുഡ് നേരത്തെ കഴിച്ച ആള് ദാണ്ടെ അളിയനാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നിങ്ങൾ പോയി കഴിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിപ്പോ ഒരു 8 മാസം മുന്നെയാണ് പോയത്. ഓക്കെ. എന്റെ വൈഫും കൂടെ പോയത് കല്യാണം കഴിഞ്ഞ സമയത്ത്. അത്യാവശ്യം അടിപൊളി ഫുഡ്. ഇവനെ കാണുന്ന പോലെ ഒന്നുമല്ല, ഇവൻ കല്യാണമൊക്കെ കഴിച്ചിട്ടിരിക്കണം. നമ്മളെ സിംഗിൾസിന് ഒരു ഭീഷണിയാ ഗൈസ്. ഓക്കെ, പറഞ്ഞോ. അങ്ങനെ നമ്മൾ പോയി കഴിച്ചു. വെറൈറ്റി ഓഫ് പുഴ മീൻസ് ആണ് അവിടുത്തെ മെയിൻ. പുഴമീൻ, പഴങ്കഞ്ഞി, തലക്കറി. തലക്കറി ഉണ്ട്. തലക്കറി, അതും പുഴമീന്റെ തലക്കറി. ഇതെല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഒരിക്കലും കുറച്ച് സാധനങ്ങൾ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. 6-7 പേരെ നമുക്ക് എല്ലാം കൂടെ മേടിച്ച് എക്സ്പ്ലോർ ചെയ്യാം. കുറെ പേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ ഫ്രണ്ട്സ് ആരും ഇവിടെ ഇല്ല. എല്ലാരും പുറത്താണ്. ആഹ, നാട്ടിലുള്ള ഞാനും ഒരു മാത്രമാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പറ്റുന്ന ഫുഡ് നമ്മൾ എടുക്കും. ശശിയണ്ണ എങ്ങനെ വൈബല്ലേ? ശശിയണ്ണ വൈബാണ്. അത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. പിന്നെ ആംബിയൻസ് ഒക്കെ? പക്ക ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നാച്ചുറൽ വൈബ്. നമ്മളൊരു പുഴ സൈഡിൽ ഇരുന്ന് കഴിക്കുന്നു, കൈ കഴുകാൻ പുഴയിൽ പോയി കഴുകുന്നു. അങ്ങനെ ഒരു നാച്ചുറൽ പുഴയിൽ പോണം. പൈപ്പൊന്നുമില്ല. പക്ക നാച്ചുറൽ വൈബ്. നമ്മൾ ഈ ഇവിടെ സിറ്റിയിലേക്ക് കിടക്കുമ്പോ കൈ കഴുകുന്നു, അത് ഇത്. അതിനാണല്ലോ വള്ളിയെ നമ്മൾ ഇത്രയും ദൂരം. അത് പഠിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് ബാക്കി ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് നമ്മൾ കാണിക്കാം. ഓക്കെ, വീഡിയോ നമ്മള് കൂടുതൽ അങ്ങോട്ട് നീട്ടിക്കുന്നില്ല. അപ്പം ബൈ, അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി. കടയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. പക്ഷെ ഇവിടുത്തെ വൈബ് ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല അല്ലേ? അന്യ വൈബ്. പക്ഷേ കൊട്ട ചൂടാണ്. വെയിലുള്ളതുകൊണ്ട് വെള്ളവും കുറഞ്ഞ് ഞാൻ ഇപ്പം കാണിക്കാം കേട്ടോ. പക്ഷേ വെയിലുള്ളതുകൊണ്ട് ഇതിപ്പോൾ എല്ലാം കുറഞ്ഞു. സായിസ് ഹോട്ടൽ, കപ്പ, മീൻ, കൂൺ, തലക്കറി. ഇതാണ് നമ്മുടെ ഹോട്ടൽ, സായി ഹോട്ടൽ. നമ്മുടെ ശശിയണ്ണാണ് അകത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. ആ ദൂരെ കാണുന്ന സംഭവം കണ്ട, അത് ആനേനെ കുളിപ്പിക്കല്ലടാ? ആന തന്നെ? അതാ പോത്താ? പോത്തല്ലേ, അത് ആന. ആനയാണെന്നാണ് എന്റെ വിശ്വാസം. ഗായ്സ്, അപ്പൊ ആനേനെ കുളിപ്പിക്കാണ്. ഓ മൈ ഗാഡ്, അവർ വരട്ടെ. അപ്പൊ ഗായ്സ്, നമുക്കപ്പം പോയി ഫുഡ് കഴിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ശശിയണ്ണൻ. നമ്മളിപ്പം കട എത്തിയതേ ഉള്ളൂ. അണ്ണാ, ഇപ്പൊ എന്തൊക്കെയാണ് ഫുഡ് ഉള്ളത്? ഫുഡ് നമ്മുടെ കടയിൽ ഊണ്, കപ്പ, പഴങ്കഞ്ഞി, മീൻ. കാണാവോ? കാണാം. നമ്മള് സെലക്ട് ചെയ്യണോ ഫിഷ്? ഫിഷ് നിങ്ങൾ വാ. ഓക്കെ. വാ. നമ്മുടെ കടയിൽ വരാലുണ്ട്, സുലൂപ്പി ഉണ്ട്, കട്ട്ള ഉണ്ട്. കട്ട്ള രോഗമുണ്ട്. 4 സൈസ് മീനുണ്ട്. അപ്പൊ ഓരോ ദിവസം വെറൈറ്റി ഓരോ മീനാണ്? അല്ല, കിട്ടുന്നതനുസരിച്ച് ഏത് മീൻ കിട്ടുന്നുണ്ടോ അതനുസരിച്ച് നമ്മൾ. എത്ര മണിയാണ് കട ഉള്ളത്? രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ മീൻ. അപ്പൊ നമ്മള് സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിൽ ഇനിയിപ്പോ ഏതൊക്കെ സെലക്ട് ചെയ്യും? അത് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ അങ്ങനെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇഷ്ടപ്പെട്ട മീൻ എടുക്കുക, മസാല തേച്ച് പൊരിച്ചു കൊടുക്കുക. അതാണ് നമ്മളെ. പിന്നെന്താണ്? പഴങ്കഞ്ഞി, ചോറ്, പഴങ്കഞ്ഞി, കപ്പ, ഊണ്.
ഗൈസ് അപ്പൊ നമ്മള് സെലക്ട് ചെയ്തിരിക്കുന്ന ചേട്ടാ ഈ മീൻ ഏതാണ്? കട്ട്ല. കട്ട്ല. അപ്പൊ കട്ടള എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ കട്ട്ല മീൻ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം ഫ്രൈ ആണ് എന്താ? ഫ്രൈ. ഓക്കെ. മസാല ഗൈസ് ഇത് ഫുള്ള് ലൈവ് ഫ്രൈ ആണ് കേട്ടോ. നമ്മള് സെലക്ട് ചെയ്യുന്നു, സാധനം അണ്ണം സെറ്റ് ചെയ്യുന്നു, തരുന്നു. ഗൈസ് നമ്മളെ മീനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്. വി ആർ വെയിറ്റിംഗ്. നോക്കി 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 നിന്നു. നമ്മളവിടെയൊക്കെ ഗ്യാസിന് ക്ഷാമം ഉണ്ടെങ്കിലും ശശിന് ഗ്യാസിന് ക്ഷാമമില്ല കേട്ടോ. വെള്ളത്തിന് ക്ഷാമമില്ല, ക്ഷാമമില്ല, ഗ്യാസിന് ക്ഷാമമില്ല. ഫുള്ള് പവർ ഓൺ ആണ്. ഗൈസ് നമുക്കുള്ള മീനാണ് പൊങ്ങി വരുന്നത്. നമ്മളെ മീനെ മറിച്ചിടാൻ പോവാണ് കേട്ടോ. കൂടെ വേറെ ആർക്കുള്ള മീനോട് ഉണ്ടെന്ന് തോന്നട്ടെ. വേറെ മീനുണ്ട്. രണ്ടെണ്ണം ഇല്ലേ? ഗ്യാസ് ഒക്കെ കണ്ടാ തിളഞ്ഞ് മറിയണത്. കൊതിയാവണല്ലേ ഗ്യാസിനിട്ട്? സത്യം, നമ്മളൊക്കെ വീട്ടില് ഗ്യാസ് തീരാനായി. ഇനിയിപ്പോ വിറപ്പാട് ഞാൻ വിറകെട്ടാൻ പോകുന്നതാണോ പോലെ. രാവിലെ പോയി തോന്നണേ. പക്ഷെ ശശിന് ഒരു കുറവില്ല ഇവിടെ. പക്ഷെ ഇതാണ് കേട്ടോ സെറ്റപ്പ്. സാധനം വരാൻ പോകുന്നു. വിന്റേജ് ഷോപ്പ്. അമീർ സാധനം ആൾക്കാർ ഇഷ്ടം പോലെ ഇന്ന് തന്നെ തിരക്കില്ല. ഇന്നിപ്പം വർക്കിംഗ് ഡേ അല്ലേ? സൺഡേസിൽ എന്തായാലും തിരക്കുണ്ടാവും. നമ്മൾ സൺഡേയിലാണ് വന്നത്. അയ്യോ വെട്ടുപോയി. ഗൈസ് അങ്ങനെ നമ്മുടെ സാധനം എത്തി. ശശിയണ്ണും ഹാപ്പി, അഭിജിത്തും ഹാപ്പി. വെരി ഹാപ്പി. വിശന്നില്ലേ? രാവിലെ തൊട്ട് പട്ടിണി എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇല പരിപാടിയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. കാണിക്കളിയത് അടുത്തോട്ട്. ഇതാണ് നമ്മുടെ കട്ട്ല മീനാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ല. പുഴമീൻ. പുഴമീൻ. ഓക്കെ ഫൈൻ. എന്നുവെച്ചാൽ തിലോപ്പി എന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? സിലോപ്പി വേറെ, ഇത് കട്ട്ല. തിലോപ്പി. ഓക്കെ. ഇത് കട്ട്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അത് കഴിക്കാൻ പോണം. എന്നാ അപ്പൊ ഇതും പഴങ്ങൻ, രണ്ട് പഴങ്ങൻ. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളപ്പോ പറയാം. നമ്മളപ്പം പഴങ്ങന്നിയും കട്ട്ല. അതെ അമീർ, ഓ മൈ ഗോഡ്, വേണമെങ്കിൽ എന്റെ കൂടെ. ഗൈസ് അപ്പൊ നമ്മുടെ പഴങ്ങന്നിയും മീൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓൾ സെറ്റാണ്. ഈ വൈബ് നോക്കിയാണ് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടേക്ക് ഇരുന്ന് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്ന ഒരു വൈബല്ലേ ഇത്. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഭയങ്കര നാച്ചുറൽ. അടിയല്ലേ? പഴങ്കഞ്ഞി ഒന്ന് അടിച്ചു നോക്കട്ടെ. നീ പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? പഴങ്ങന്നി എത്രയോ നാളായെന്നറിയോ. കടയിൽ നിന്ന് പറഞ്ഞ് കഴിക്കത്തില്ല. കടയിൽ നിന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടോ? പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. ഞാനും ഫസ്റ്റ് ടൈം. ട്രൈ നോക്കാം. പുറത്തുനിന്നൊക്കെ ആദ്യമായിട്ടാണ്. വൈബ് പക്ഷെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ, ഒന്നും പറയാനില്ല. സത്യം. ഇനി ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സൈഡാണോ കൊണ്ടുവരുന്നത്, അതാ ഉപ്പാണ്? സോറി ടച്ചില്ല. ടച്ചല്ല ഇത്. പഴങ്കഞ്ഞിക്കുള്ള മീനും ചമ്മന്തി, ചമ്മന്തി, മീൻകറി. അപ്പൊ ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും. ഗൈസ് അപ്പൊ നമ്മൾ ബാക്കി കഴിച്ചിട്ട് വരാം. അതൊന്ന് കഴിക്കട്ടെ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ആദ്യം നമ്മളെ ശശിയണ്ണൻ്റെ മീൻ. പക്ഷെ മീനൊക്കെ അടിപൊളി കേട്ടോ. നല്ല മീറ്റ് ഉണ്ടല്ലേ? നല്ല അടിപൊളി മീറ്റ്, നല്ല ക്രിസ്പിനെസ്. എന്നിട്ടിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാ അതും വേറൊരു വൈബ്. അതും ഈ വൈബില് നാടൻ വൈബ് എന്നൊക്കെ പറയൂലേ, ആ ഒരു രക്ഷയില്ല. വൈബ്. എന്താണ് നിന്റെ അഭിപ്രായം? നിന്റെ സൈഡ് നോക്കണേ. മീനൊക്കെ അങ്ങോട്ട് എടുത്തു മുക്കി. പൊളി. അടിപൊളിയല്ലേ? അടിപൊളി, ഒരു രക്ഷയില്ല. അത് ഈ ആംബിയൻസിൽ. ആൾക്കാരൊക്കെ വരികയും ചെയ്യുന്നുണ്ട്, പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോ വർക്കിംഗ് ഡേ അല്ലേ?
ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് പയ്യെ പോവാം. അല്ല ഇതിപ്പോ വർക്കിംഗ് ഡേ അല്ലേ, അതുകൊണ്ട് വലിയ തിരക്കില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ മുന്നേ വന്നപ്പോൾ വിട്ടുപോയി. അപ്പോൾ ഗായ്സ് ബാക്കി ഫുഡ് കഴിച്ചിട്ടാണ്. ഓക്കെ, എനിക്കൊരു കാര്യം പറയാം. ഈ ഗ്യാസ് ഇല്ല സമയത്ത് ശശിയുടെ കയ്യിൽ ഗ്യാസ് സത്യം വല്ലായി ശശിയാണ് ഗ്യാസ് ഒക്കെ ഇട്ട് ഫേവറാക്കിയാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഗ്യാസ് തീരാനുള്ള സൗണ്ട് കേൾക്കുന്നു ഗ്യാസിന്റെ ശബ്ദം. പാവൻ ശശിയാണ് അവിടെ ആർക്കോ വേണ്ടി മീൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്ക് നല്ല സോഫ്റ്റ് സാധനം അല്ലേ? പിന്നെ അടിപൊളി. ഇങ്ങനെ എടുത്ത് അങ്ങനെ മുക്കി ചോറിങ്ങനെ എടുത്ത് നോക്കുമ്പം തടാകം, ലേക്ക്, ഒന്നും പറയില്ല. ഓ ഗായ്സ്, എന്തീ കമത്തുന്നേ? കഴിഞ്ഞില്ലേ? തീർന്ന ഇത് തീരത്തില്ല. ഇത് നോക്ക്, ഇത് മൊത്തം അഭിത്താണ് അയച്ചത്. പോടാ. ഓ രക്ഷയില്ല, ഇത് ഫുള്ളാക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാവോ? കൈ കഴുകിയല്ല. അപ്പോൾ ഗായ്സ് നമ്മളപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. പഴങ്കഞ്ഞി എല്ലാം കുടിച്ചു. ആദ്യത്തെ ഒരു ഉഷാർന്ന് ഉപ്പില്ല, വേറൊന്നുമല്ല, വയറ് ഡിംബ്രുമായി. ഒന്നും പറയാനില്ല, അനങ്ങാൻ വയ്യ. എൻ്റെ രണ്ടും ഫ്ലാറ്റായി, ഇനി അനങ്ങത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കില്ലെന്നല്ല കേട്ടോ, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം. മീനായാലും പഴങ്കഞ്ഞി ആയാലും. പിന്നെ ഇത് ആനയൊക്കെ കുളിപ്പിച്ചിറങ്ങി. ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ ഇവിടെ വന്നാൽ നല്ല വൈബൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു നാടൻ വിൻറ്റേജിലൊക്കെ ഇരുന്നിട്ട് പോവാം. അത് തന്നെ സംഭവം. പിന്നെ നമ്മൾ ഈ വൈബൊക്കെ ആസ്വദിക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ വെക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിലോ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് ഓൾ യുവേഴ്സ്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാൻ പോവാണ്. ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അഭിത്തെ സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.